ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വളരെ ലാളിത്യമാർന്ന ഒരു ഭാഷ. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ് ഇങ്ങനെ ഈ റീൽസിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള കുറേ പേര് പെട്ടെന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ ബുക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, അത് വല്ലാതെ തന്നെ. എൻ്റെ അടുത്ത് 8ാമത്തെ പതിപ്പാണ് ഉള്ളത്. അതായത് കുറേ മുമ്പ് വായിച്ചത്. ബുക്സ് ഇങ്ങനെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടത്തിൽ വാങ്ങിച്ചാൽ, പക്ഷെ അതിന് ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നങ്ങ് ഫീഡിൽ മൊത്തം റാം കെയർ ഓഫ് ആനന്ദി അത്രയ്ക്ക് അങ്ങോട്ട് വൈറലായിപ്പോയി. അതിനുശേഷം ഓരോരുത്തർ എൻ്റെ അടുത്ത് നിന്ന് ബുക്സ് വാങ്ങുന്നു, അഭിപ്രായം പറയുന്നു. ഭയങ്കര ഒരു സന്തോഷം തോന്നി. നമ്മൾ വീണ്ടും വായനയിലേക്ക് പോകുന്ന പോലെ ആ ഒരു ഫീലിംഗ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എഴുത്തിന് പ്രചോദനം ഉൾക്കൊണ്ട എഴുത്തുകാരാരെങ്കിലും ഒരു വായന എങ്ങനെയാണ് ഈ എഴുത്തിനെ സ്വാധീനിച്ചത്? ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാരാണ്? അങ്ങനെ എൻ്റെ ഈ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലാണോ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതുന്ന ആരെയും ഞാൻ കാണാത്തതുകൊണ്ട് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മൾ സീനിയർ റൈറ്റേഴ്സിലേക്ക് ചിലടിക്കാലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. മെസ്സേജൊക്കെ അയച്ചാലും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ആരെങ്കിലും മെസ്സേജ് ഞാൻ റിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ അവരോട് സംസാരിക്കും, ടൈം സ്പെൻഡ് ചെയ്യും. കാരണം ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സന്തോഷത്തോടുകൂടി ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് നടന്നു പോകും. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പേജിലുള്ള ഒരു ഇതൊന്നുമില്ല. അത് പക്ഷേ അത് ഭയങ്കര ഒരു മോശം ഒരു ഇതാണ്. നമ്മളൊരാളെ കൈ നീട്ടുമ്പോൾ തിരിച്ചു തരാതിരിക്കുന്നത്. പലയിടത്തും ഞാൻ സാഹിത്യവേദികളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാണാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു എഴുത്തുകാരൻ ചിലപ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോവുക, അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാതിരിക്കുക. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും ആൾക്കാർ 10 പേരെങ്കിലും അറിയുന്ന എഴുത്തുകാരനായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ 1 മിനിറ്റെങ്കിലും ഞാൻ സ്പെൻഡ് ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് ആരും അങ്ങനെ പറഞ്ഞു തരാനില്ല. പിന്നെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരെ ഉപദേശം തേടാൻ പോയി. ആരും പറഞ്ഞു തന്നില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും എന്താണ് ഈ ബുക്കിൻ്റെയൊക്കെ ബാഗിൽ ISBN എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്, അതുപോലും എനിക്ക് പറഞ്ഞു തന്നില്ല. അതൊക്കെ അറിയുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ ഒരാൾ തീർച്ചയായിട്ടും ചിലപ്പോൾ അയാൾക്ക് 1 സെക്കൻഡ് കൊണ്ട് കൊടുക്കാവുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അയാൾ ചിലപ്പോൾ ഒരു 1-2 ആഴ്ച കൊണ്ടായിരിക്കും അത് കളക്ട് ചെയ്യുന്നത്. നമ്മളൊരിക്കലും ഒരാളുടെ ടൈം ഒരിക്കലും അയാളുടെ ആയുസ് ചെറുതല്ലേ, മനുഷ്യൻ്റെയൊക്കെ ആയുസ് ഇത്ര ദിവസങ്ങൾ നമ്മൾ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളായിട്ട് ഒരിക്കലും ഒരാൾക്ക് ഒരു ഡിലേ ഉണ്ടാക്കരുത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയം നമ്മൾ എപ്പോഴും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എനിക്കാരും ഇതില്ല. പിന്നെ എനിക്ക് ഫേവറേറ്റ് റൈറ്റർ